ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം 14, 15 എന്നീ ശ്ലോകങ്ങളാണ് ഇവിടെ സ്മരിക്കുന്നത്. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനീ നാഭ്യാലവാലരോമാളീലതാഫലകുജദ്വയീ ലക്ഷ്യരോമലതാധാരതാ സമുന്നേയമധ്യമാ സ്തനഭാരദളന്മധ്യ പട്ടബന്ധവലിത്രയാ. അമ്മയുടെ നാമം കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനീ. കാമേശ്വരൻ്റെ പ്രേമമാകുന്ന രത്നത്തിന് പകരമായി സ്തനരൂപമായ രത്നങ്ങളെ സമർപ്പിച്ചവൾ ശ്രീ മഹാദേവി. കാമേശ്വരൻ പ്രേമരത്നമണിയാണ്, പ്രേമമാകുന്ന വിശിഷ്ടരത്നമാണ് നൽകിയത്. അതിന് പ്രതിപണമായി ദേവി സമർപ്പിച്ചത് തൻ്റെ സ്തനങ്ങളെയാണ്. ഇവിടെ മണി എന്ന പദം പ്രേമരത്നത്തിനും സ്തനത്തിനും ആശയമായിട്ടെടുക്കാം. പ്രതിപണം എന്നാൽ ഇരട്ടിയായി നൽകൽ, എതിർപണം നൽകൽ, പകരമായി നൽകൽ. അപ്പോൾ ദേവി നൽകിയ പ്രേമവും അനുരാഗവുമാണോ ദേവിയുടെ സ്തനങ്ങൾ എന്ന് തോന്നുന്നു അത്രേ. കാമേശന് ദേവിയോടുള്ള അനുരാഗവും അതിന് ദേവിക്ക് ഭഗവാനോടുള്ള പ്രേമവും പാതിവ്രത്യവും 2 സ്തനങ്ങൾ എന്ന് പൂർവസൂരികൾ പറയുന്നുണ്ട്. ആരാധനാ തീർത്ഥമായിട്ടാണ് ദേവി ഭഗവാന് അത് സമർപ്പിക്കുന്നത്. ഇവിടെ ക്രീഡാർത്ഥമല്ല, മറിച്ച് ആരാധനാർത്ഥം. ശിവൻ പ്രേമമാകുന്ന ഒരു രത്നം നൽകിയപ്പോൾ ദേവി സ്തനങ്ങളും പാതിവ്രത്യവും 2 രത്നങ്ങളായി പകരം നൽകി, പ്രതിപണം ആയി നൽകി എന്ന് അഭിജ്ഞന്മാർ പറയുന്നുണ്ട്. പ്രേമരത്നമണി, കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥന്യൈ നമ. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. അടുത്ത നാമം നാഭ്യാലവാല രോമാളീ ലതാഫലകുജദ്വയീ. നാഭിയാകുന്ന ആലവാലത്തിൽ, തടത്തിൽ നിന്ന് ഉണ്ടാകുന്ന രോമാളിയാകുന്ന ലതയുടെ 2 ഫലങ്ങൾ, കുജദ്വയങ്ങൾ. ദേവിയെ അതിശയോക്തി കലർത്തി കാവ്യാത്മകമായി വാഗ്ദേവതകൾ ഒരു വാങ്മയ ചിത്രം തന്നിരിക്കുകയാണ് ഇവിടെ. നാഭ്യാലവാലം എന്ന് പറഞ്ഞാൽ നാഭിച്ചുഴിയാണ്, രോമാളി എന്ന് പറഞ്ഞാൽ രോമനിര. അപ്പോൾ നാഭിയാകുന്ന ചുഴിയിൽ നിന്ന് അല്ലെങ്കിൽ നാഭി തടത്തിൽ നിന്ന് വളർന്ന് ഉയർന്ന് വരുന്ന നേർത്ത രോമരാജിയാകുന്ന ലത, ആ ലതയിൽ കായ്ച്ച് നിൽക്കുന്നു, കനികളായി നിൽക്കുന്നു 2 സ്തനങ്ങൾ. ഇവിടെ വാത്സല്യത്തിൻ്റെ അമൃതം ചുരത്തുന്നവയാണ് അമ്മയുടെ മാറിടങ്ങൾ എന്ന്
മനസ്സിലാക്കാം. ഭക്തന്, ആശ്രിതർക്ക് അമ്മ സർവാർത്ഥദായിനിയാണ്, പ്രേമം പകർന്നു തരുന്ന സർവൈശ്വര്യമൂർത്തിയാണ്, സൗന്ദര്യമൂർത്തിയാണ്. ഗംഗാജലത്തിലെ ചുഴി അങ്ങനെയും സങ്കല്പിക്കാം. അതിൽ നിന്നുയരുന്ന ഒരു ചെറുവള്ളിയിൽ 2 താമരമൊട്ടായും ഈ ഭാഗത്ത് വർണ്ണനയുണ്ട്. ദേവിയുടെ സ്തനങ്ങൾ താമരമൊട്ടായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. സൗന്ദര്യത്തിൻ്റെ പ്രകടനമാണ് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അടുത്ത നാമം ലക്ഷ്യരോമ ലതാധാരതാ സമുന്നേയ മധ്യമ. പദം ഇങ്ങനെ ആശയം മനസ്സിലാക്കിയിട്ട് വേണം ചൊല്ലാൻ. ലക്ഷ്യരോമലതാ ആധാരതാ സമുന്നേയ മധ്യമ. അർത്ഥം, രോമസമൂഹമാകുന്ന ലത പ്രത്യക്ഷഗോചരമാണ്. അത് നേരിൽ കാണാം. ഒരു വള്ളിയായിട്ടിങ്ങനെ മുകളിലേക്ക് ഉയരുന്നു. എന്നാൽ ആ വള്ളിക്ക് ഒരു ആധാരത്വം വേണം. അതിന് ആധാരമാവുകയേ വഴിയുള്ളൂ എന്ന അവസ്ഥയിലാണ് ദേവിയുടെ മധ്യഭാഗം അല്ലെങ്കിൽ കടിപ്രദേശം. രോമാവലികൾ കാണത്തക്കതാണ്. അത് ലക്ഷ്യമാണ്, നമുക്ക് നേരിൽ കാണാം. ആധാരത എന്നത് ആധാരമായ അവസ്ഥ എന്നാണ്. ആധാരത, ആധാരമായ അവസ്ഥ. എന്നാൽ ഈ ആധാരത സമുന്നേയം മാത്രമാണ്. സമുന്നേയം എന്നാൽ ഊഹിച്ചെടുക്കേണ്ടതാണ്. ഊഹിച്ചെടുക്കേണ്ടതാണ്. രോമാവലികളെ നേരിട്ട് കാണാം, ലക്ഷ്യമാണത്. എന്നാൽ ഇത് എവിടെ നിന്ന് പുറപ്പെടുന്നു, ഇതിൻ്റെ ആധാരം എവിടെ എന്ന് നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. അത് ഊഹിച്ചെടുക്കണം, സമുന്നേയം മാത്രമാണ്. ഇത് സൂചിപ്പിക്കുന്നത് കൃശശരീരയായ ദേവിയുടെ അരക്കെട്ട് എവിടെയെന്ന് ഊഹിച്ചെടുക്കേണ്ട അവസ്ഥയിലാണ്. കാണാൻ സാധിക്കുന്ന രോമാവലിക്ക് ആധാരം എവിടെയെന്ന് ചിന്തിച്ചെടുക്കണം. അതായിരിക്കും ദേവിയുടെ ശരീരത്തിൻ്റെ മധ്യഭാഗം എന്ന് ഊഹിച്ചെടുക്കണം, ചിന്തിച്ചെടുക്കണം. അത്രയ്ക്ക് കൃശമായ തനുവും ഉണ്ടെന്നറിയാനാകാത്ത വിധം ഒതുങ്ങിയതുമായ ഇടുങ്ങിയതുമായ അരക്കെട്ടും ദേവിയുടെ സൗന്ദര്യത്തെ വിളിച്ച് അറിയിക്കുകയാണ്. അങ്ങനെ സൗന്ദര്യമൂർത്തിയായി വിളങ്ങുന്ന ദേവി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ലക്ഷ്യരോമലതാ ആധാരതാ സമുന്നേയ മധ്യമ. അടുത്ത നാമം സ്തനഭാര ദളന്മധ്യ പട്ടബന്ധ വലിത്രയ. സ്തനഭാരദലന്മധ്യ പട്ടബന്ധ വലിത്രയ. സ്തനങ്ങളുടെ ഭാരത്താൽ അമ്മയുടെ മധ്യഭാഗം ഒടിഞ്ഞു പോകാതിരിക്കാനായി സ്വർണം കൊണ്ട് തീർത്ത 3 പട്ടകളെ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു എന്ന് തോന്നും വിധത്തിൽ ഉദരത്തിൽ കാണുന്ന 3 ഞൊറികളോടുകൂടിയവൾ ദേവി. ദേവിയുടെ ശരീരത്തിൻ്റെ മധ്യപ്രദേശം,
അതികൃശമാണ് എന്ന് മനസ്സിലാക്കാം. ഈ സ്ഥനങ്ങളുടെ വലിപ്പം കൊണ്ട്, ഭാരം കൊണ്ട് ദേവിയുടെ മധ്യഭാഗം ഒടിഞ്ഞു വീണാലോ എന്ന് ഭയന്നിട്ട് ഒരു പട്ട, സ്വർണം കൊണ്ട് തീർത്തിട്ടുള്ള ഒരു ആഭരണം ആയി തന്നെ പട്ട കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു അതിശയപൂർണമായിട്ടുള്ള പ്രകീർത്തനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അത് സൗന്ദര്യാതിശയം പ്രകീർത്തിക്കുകയാണ്. ദേവി കാരുണ്യമൂർത്തി സുന്ദരിയായി ഇരിക്കുകയാണ്. സ്ഥനങ്ങളുടെ ഭാരത്താൽ ദളത്തായി എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞു വീഴാൻ പോകുന്നു. അങ്ങനെയുള്ള മധ്യഭാഗത്തിന്, വയറിന് പട്ടബന്ധം കെട്ടിയ മട്ടിലുള്ള ത്രിവലി എന്ന് പറഞ്ഞാൽ 3 വരകൾ, 3 പട്ടയോടുകൂടി സുരക്ഷിതമാക്കി വച്ചിരിക്കുന്നു. ദേവിയുടെ സ്ഥനങ്ങൾ, നടുഭാഗം അതിൻ്റെ കൃശഗാത്രിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. പറയും, കൃശോദരികൾക്ക് വയറിൽ 3 ഞൊറിവുകൾ ഉണ്ടായിരിക്കുന്നു. അത് സൗന്ദര്യ പ്രകർഷമാണ് എന്ന് ലക്ഷണശാസ്ത്രം പറയുന്നുണ്ട്. ദേവിയുടെ ഉദരത്തിൽ തങ്ക ഞൊറിവുകൾ മാറുകളുടെ ഭാരം താങ്ങാനാവാതെ ഒടിഞ്ഞു പോകാവുന്ന മധ്യഭാഗത്തിന് താങ്ങായി കെട്ടിയ 3 സ്വർണ്ണ ചരടുകളാണോ എന്ന് തോന്നും. അങ്ങനെ കൃശഗാത്രിയായി വിരാജിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. സൗന്ദര്യത്തിൻ്റെ മൂർത്തിയായി വിരാജിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. ഓം ശ്രീ മഹാദേവി നമ. സ്ഥനഭാര ദളന്മധ്യ പട്ടബന്ധ വലിത്രയായൈ നമ.